ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവിശ്വസ്തനായ കാര്യസ്ഥൻ എന്ന ശീർഷകത്തോടു കൂടിയ ഈ അധ്യായത്തിൽ 31 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. ധനവാന്റെ കാര്യസ്ഥനെപ്പറ്റി എന്ത് പരാതിയാണ് യജമാനന് ലഭിച്ചത്? ഉത്തരം: സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന്. ചോദ്യം 2. എന്ത് ബോധിപ്പിക്കുക എന്നാണ് യജമാനൻ കാര്യസ്ഥനോട് പറഞ്ഞത്? ഉത്തരം: കാര്യസ്ഥതയുടെ കണക്ക്. ചോദ്യം 3. ഇനിമേൽ നീ എന്തായിരിക്കാൻ പാടില്ല എന്നാണ് യജമാനൻ പറഞ്ഞത്? ഉത്തരം: കാര്യസ്ഥൻ. ചോദ്യം 4. താൻ ഇനി എന്ത് ചെയ്യുമെന്ന് കാര്യസ്ഥൻ ആത്മഗതം ചെയ്തത് എന്തുകൊണ്ട്? ഉത്തരം: യജമാനൻ കാര്യസ്ഥത അവനിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ. ചോദ്യം 5. എന്തിന് ശക്തിയില്ല എന്നാണ് കാര്യസ്ഥൻ വിചാരിച്ചത്? ഉത്തരം: കിളയ്ക്കാൻ. ചോദ്യം 6. എന്തിനാണ് കാര്യസ്ഥന് ലജ്ജ തോന്നുന്നത്? ഉത്തരം: ഭിക്ഷ യാചിക്കാൻ. ചോദ്യം 7. എന്തിന് എന്തു ചെയ്യണം എന്നെനിക്കറിയാം എന്നാണ് കാര്യസ്ഥൻ വിചാരിച്ചത്? ഉത്തരം: ആളുകൾ തന്നെ അവരുടെ വീടുകളിൽ സ്വീകരിക്കേണ്ടതിന്. ചോദ്യം 8. കാര്യസ്ഥൻ ആരെയാണ് വിളിച്ചു വരുത്തിയത്? ഉത്തരം: യജമാനനിൽ നിന്ന് കടം വാങ്ങിയവർ ഓരോരുത്തരെയായി. ചോദ്യം 9. ഒന്നാമത്തെ കടക്കാരൻ യജമാനന് കൊടുക്കാനുണ്ടായിരുന്നത് എന്ത്? ഉത്തരം: 100 ബത്ത് എണ്ണ. ചോദ്യം 10. കാര്യസ്ഥൻ ഒന്നാമത്തെ കടക്കാരൻ്റെ പ്രമാണം കൊടുത്ത് എങ്ങനെ തിരുത്തി എഴുതുക എന്നാണ് പറഞ്ഞത്? ഉത്തരം: 50 ബത്ത് എണ്ണ എന്ന്. ചോദ്യം 11. മറ്റൊരു കടക്കാരൻ യജമാനന് കടപ്പെട്ടിരുന്നത് എന്തിന്? ഉത്തരം: 100 കോർ ഗോതമ്പ്. ചോദ്യം 12. 100 കോർ ഗോതമ്പ് കടപ്പെട്ടിരുന്ന കടക്കാരൻ്റെ പ്രമാണത്തിൽ തിരുത്തി എഴുതിച്ചത് എത്ര? ഉത്തരം: 80 കോർ. ചോദ്യം 13. നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചത് എന്തിന്? ഉത്തരം: കൗശലപൂർവം പ്രവർത്തിച്ചതിൽ. ചോദ്യം 14. ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ആരേക്കാൾ ബുദ്ധിശാലികളാണ്? ഉത്തരം: വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ. ചോദ്യം 15. അധാർമിക സമ്പത്തുകൊണ്ട് എന്ത് സമ്പാദിച്ചുകൊള്ളുവിൻ എന്നാണ് പറഞ്ഞത്? ഉത്തരം: സ്നേഹിതരെ. ചോദ്യം 16. അധാർമിക സമ്പത്ത് നിങ്ങളെ കൈവെടിയുമ്പോൾ നിങ്ങൾ എവിടെ സ്വീകരിക്കപ്പെടും? ഉത്തരം: നിത്യകൂടാരങ്ങളിൽ. ചോദ്യം 17. ആരാണ് വലിയ കാര്യങ്ങളിൽ അവിശ്വസ്തനായിരിക്കുക? ഉത്തരം: ചെറിയ കാര്യങ്ങളിൽ അവിശ്വസ്തനായവൻ. ചോദ്യം 18. ആരാണ് വലിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുക? ഉത്തരം: ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായവൻ. ചോദ്യം 19. യഥാർത്ഥ ധനം ആരും നിങ്ങളെ ഏൽപ്പിക്കുകയില്ല. എപ്പോൾ? ഉത്തരം: അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തനല്ലെങ്കിൽ. ചോദ്യം 20. നിങ്ങൾക്ക് സ്വന്തമായവ ആരും നിങ്ങൾക്ക് തരികയില്ല. എപ്പോൾ? ഉത്തരം: മറ്റൊരുവൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തനല്ലെങ്കിൽ. ചോദ്യം 21. 2 യജമാനന്മാരുള്ള ഭൃത്യൻ ഒരു യജമാനനെ ദ്വേഷിക്കുകയും നിന്ദിക്കുകയും ചെയ്താൽ മറ്റേ യജമാനനെ എന്തു ചെയ്യും? ഉത്തരം: സ്നേഹിക്കുകയും ഭക്തി കാണിക്കുകയും ചെയ്യും. ചോദ്യം 22. നിങ്ങൾക്ക് ഒന്നിച്ച് സേവിക്കാൻ കഴിയുകയില്ല. എന്തിന്? ഉത്തരം: ദൈവത്തെയും ധനത്തെയും. ചോദ്യം 23. യേശുവിനെ പുച്ഛിച്ചതാര്? ഉത്തരം: പണക്കൊതിയരായ ഫരിസേയർ. ചോദ്യം 24. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ എന്തു ചെയ്യുന്നുവെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: നീതീകരിക്കുന്നു. ചോദ്യം 25. മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ഉത്കൃഷ്ടമായത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എന്തായിരിക്കും? ഉത്തരം: നികൃഷ്ടം. ചോദ്യം 26. നിയമവും പ്രവാചകന്മാരും എവിടെ വരെയായിരുന്നു? ഉത്തരം: യോഹന്നാൻ വരെ. ചോദ്യം 27. യോഹന്നാന് ശേഷം പ്രസംഗിക്കപ്പെട്ടതെന്ത്? ഉത്തരം: ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. ചോദ്യം 28. ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ് കൂടുതൽ എളുപ്പം. എന്തിനേക്കാൾ? ഉത്തരം:
നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ. ചോദ്യം 29. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവനും ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവനും എന്ത് ചെയ്യുന്നു? ഉത്തരം: വ്യഭിചാരം. ചോദ്യം 30. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യത്തിലെ ധനവാൻ ജീവിച്ചിരുന്നത് എങ്ങനെ? ഉത്തരം: ചമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്താണ് ജീവിച്ചിരുന്നത്. ചോദ്യം 31. ധനവാന്റെ പടിവാതിൽക്കൽ കിടന്നിരുന്ന ലാസർ ആരായിരുന്നു? ഉത്തരം: ഒരു ദരിദ്രൻ. ചോദ്യം 32. ലാസറിൻ്റെ ശരീരം എന്തുകൊണ്ട് നിറഞ്ഞിരുന്നു? ഉത്തരം: വ്രണങ്ങൾ കൊണ്ട്. ചോദ്യം 33. ദരിദ്രനായ ലാസർ എന്താണ് ആഗ്രഹിച്ചത്? ഉത്തരം: ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നതുകൊണ്ട് വിശപ്പടക്കാൻ. ചോദ്യം 34. ദരിദ്രൻ മരിച്ചപ്പോൾ ആര് എവിടേക്ക് അവനെ സംവഹിച്ചു? ഉത്തരം: ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക്. ചോദ്യം 35. മരിച്ച് അടക്കപ്പെട്ട് നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കിയ ധനവാൻ കണ്ടതെന്ത്? ഉത്തരം: ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും. ചോദ്യം 36. പിതാവായ അബ്രാഹമേ, എന്നിൽ കനിഞ്ഞ് ലാസറിനെ എൻ്റെ അടുക്കലേക്ക് അയക്കണമേ എന്ന് ധനവാൻ പറഞ്ഞതെന്തിന്? ഉത്തരം: വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി നാവ് തണുപ്പിക്കാനായി. ചോദ്യം 37. താൻ എവിടെ യാതന അനുഭവിക്കുന്നുവെന്നാണ് ധനവാൻ പറഞ്ഞത്? ഉത്തരം: അഗ്നിജ്വാലയിൽ കിടന്ന്. ചോദ്യം 38. ധനവാന് ജീവിതകാലത്ത് എന്ത് ലഭിച്ചിരുന്നു എന്നാണ് അബ്രാഹാം പറഞ്ഞത്? ഉത്തരം: എല്ലാ സുഖസൗകര്യങ്ങളും. ചോദ്യം 39. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല എന്ന് അബ്രാഹാം ധനവാനോട് പറഞ്ഞത് എന്തുകൊണ്ട്? ഉത്തരം: ഇരുവർക്കും മധ്യേ ഒരു വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട്. ചോദ്യം 40. ലാസറിനെ എവിടേക്ക് അയക്കണമെന്നാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 27-ാം വാക്യം അനുസരിച്ച് ധനവാൻ അബ്രാഹത്തിനോട് അപേക്ഷിച്ചത്? ഉത്തരം: ധനവാന്റെ പിതൃഭവനത്തിലേക്ക്. ചോദ്യം 41. എന്തിനു വേണ്ടിയാണ് തൻ്റെ പിതൃഭവനത്തിലേക്ക് ലാസറിനെ അയക്കണമെന്ന് ധനവാൻ അപേക്ഷിച്ചത്? ഉത്തരം: തൻ്റെ 5 സഹോദരന്മാരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവർക്ക് സാക്ഷ്യം നൽകാൻ. ചോദ്യം 42. ധനവാന്റെ സഹോദരന്മാർക്ക് സാക്ഷ്യം നൽകാൻ ആരുണ്ടല്ലോ എന്നാണ് അബ്രാഹാം പറഞ്ഞത്? ഉത്തരം: മോശയും പ്രവാചകന്മാരും. ചോദ്യം 43. പൂരിപ്പിക്കുക. പിതാവായ അബ്രാഹാമേ, അങ്ങനെയല്ല, മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ ഡാഷ്. ഉത്തരം: അനുതപിക്കും. ചോദ്യം 44. മോശയും പ്രവാചകന്മാരും പറയുന്നത് കേൾക്കാത്തവർക്ക് എന്തു ബോധ്യമാവുകയില്ല എന്നാണ് അബ്രാഹാം പറഞ്ഞത്? ഉത്തരം: മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും. താങ്കൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.